നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലായച്ചരയിൽ ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ ആശുപത്രി മാലിന്യം തള്ളി. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മെഡിക്കൽ സ്ഥാപനത്തിലെ മാലിന്യമാണ് തള്ളിയത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാപന അധികൃതരെത്തി മാലിന്യം നീക്കി. വേതന പാക്കേജ് പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നവംബർ 1 ധർണ നടത്തുമെന്ന് വ്യാപാരികൾ. ചിലവ് കഴിച്ചു കിട്ടുന്നത് തുച്ഛമായ തുകയെന്നും വ്യാപാരികൾ. ഒറ്റപ്പാലത്ത് പാർക്കെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഒരുക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ടൂറിസം വകുപ്പിന് കൈമാറി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് കിഴക്കേ തോടിനോട് ചേർന്ന സ്ഥലത്താണ് പാർക്ക് വരിക. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം തുടരുന്നു. 2ാം ദിനം നടന സാന്ദ്രം. നൃത്ത ആലാപന മത്സരങ്ങൾ കാണികൾക്ക് വിരുന്നായി. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം നവംബർ 1 മുതൽ. പാലക്കാട് ജില്ലയിൽ PMAY ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം വീടുകൾ പൂർത്തീകരിച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് മണ്ണാർക്കാടിന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ചെയർമാൻ അവാർഡ് ഏറ്റുവാങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലായച്ചരയിൽ ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ വൻതോതിൽ ആശുപത്രി മാലിന്യം തള്ളി. റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ചാക്കുകളിൽ മാലിന്യം നിക്ഷേപിച്ചത്. നാട്ടുകാരിൽ ഇത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കി. നിർത്താതെ പെട്ടെന്ന് ജനങ്ങളൊക്കെ പ്രതികളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. വണ്ടി ഇല്ലാത്തവർ സാറേ ഒരു മിനിറ്റ്, ഞങ്ങൾ ഇന്നലെ അവിടെ വന്നേക്ക് നേരെ 1 മണിക്ക് ഞങ്ങളോട് അല്ല അവരില്ലെങ്കിലും മറ്റേ സാർമാര് വിളിച്ചിട്ട് പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ വരാനല്ലോ. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് JCB കൊടുത്തിട്ട് ഞങ്ങളിപ്പോ മാറ്റണം. സ്റ്റേഷൻ എന്ന് പറഞ്ഞു JCB കൊടുത്ത് മാറ്റണമെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നെല്ലായ പഞ്ചായത്തിലെ 18ാം വാർഡ് ചരൽ പ്രദേശത്ത് വൻതോതിൽ ആശുപത്രി മാലിന്യം തള്ളിയത്. ചരൽ പട്ടിശ്ശേരി റോഡിൽ കോണിക്കഴി പ്രദേശത്ത് പൂർണ്ണമായും ഗതാഗത തടസ്സം നേരിടുന്ന വിധത്തിലാണ് ചാക്കുകളിൽ കെട്ടിയ നിലയിൽ മാലിന്യം തള്ളിയത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ നീർച്ചാലിലും മാലിന്യം തള്ളിയിരുന്നു. ലാബുകളിൽ പരിശോധനയ്ക്കായി നൽകിയ രക്തസാമ്പിളുകൾ, മരുന്നുകൾ, സിറിഞ്ചുകൾ, മാസ്കുകൾ തുടങ്ങിയ മെഡിക്കൽ വേസ്റ്റിന്റെ ശേഖരമാണ് കത്തിച്ച നിലയിൽ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ മെഡിക്കൽ സ്ഥാപനം അഗ്നിക്കിരയായിരുന്നു. ഇവിടെ നിന്നുള്ള വേസ്റ്റുകളാണ് ഈ പ്രദേശത്ത് തള്ളിയത്. ഈ മെഡിക്കൽ സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിക്ക് മാലിന്യം ഒഴിവാക്കാൻ കരാർ നൽകിയിരുന്നതായും ഈ വ്യക്തി ഏർപ്പെടുത്തിയ ആളുകളാണ് ഇവിടെ മാലിന്യം തള്ളിയത് എന്നുമാണ് വിവരം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ രാത്രി തന്നെ പോലീസിൽ പരാതി നൽകി. മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ച നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർത്തി. വ്യാഴാഴ്ച ഉച്ചയോടെ സ്ഥാപനാധികൃതരെ വിളിച്ചുവരുത്തി പോലീസിന്റെ സഹായത്തോടെ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്നും നീക്കം ചെയ്യിപ്പിച്ചു. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിന് പഞ്ചായത്ത് പിഴയും ചുമത്തി. അതേസമയം മാലിന്യം തള്ളിയ വ്യക്തികളെ പിടികൂടാനായിട്ടില്ല. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ എന്തൊക്കെ കത്തി അഗ്നിക്കിരയായിരുന്നു. അതിൻ്റെ വേസ്റ്റ് കൂടെ 2 ലോഡ് കൊടുത്തിട്ട് 1 ലോഡ് അവിടെ താഴ്ത്തു, 1 ലോഡ് മെയിൻ റോഡ് ബസ് പോകുന്നതും ആൾക്കാർ നിത്യം രാപ്പകൽ മേലില്ലാതെ സഞ്ചാരമുള്ള ഒരു റോഡാണ്. ഇവിടെ കൊടുത്ത് ബ്ലോക്കാക്കി തട്ടി. ജനങ്ങൾ ഇന്നലെ 8 മണി മുതൽ അതിൻ്റെ പിറകെയാണ്. സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, വേറെ രാഷ്ട്രീയക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. രാവിലെ മുതൽ ഇവിടെ ജനങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇത് അവരെന്നെ വന്ന് കോരി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ കിടക്കും. കാരണം ഇത് നീക്കിയിട്ട് പോകണ യാതൊരു പ്രശ്നമില്ല. അത് SIയോടും അതുപോലെ കോൺസ്റ്റബിളിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി പറയാനുള്ള അത് തന്നെയാണ്. ഇതിൽ വേറെ യാതൊരു പ്രശ്നം, ഇതിൽ കക്ഷിയോ രാഷ്ട്രീയോ ഒന്നുമില്ല. ഇത് നീക്കണം, ആര് കൊടുത്തിട്ടാണെങ്കിലും ശരി, ഇത് നീക്കി ഇവിടെ കയറ്റി കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമാണ് ഈ നാടിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം. ഇത് എവിടെ നിന്നുള്ള മെഡിക്കാര് ഷോപ്പ് കഴിഞ്ഞ ആഴ്ച കത്തിയിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കത്തിയപ്പോൾ ഇത് ഇസ്മായിൽ തന്ന ആൾക്ക് 25,000 രൂപ കരാർ കൊടുക്കും വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി. ഇസ്മായിൽ എന്ന് വെച്ചാൽ 14,000 രൂപ റഷീദ് പറഞ്ഞവർക്ക് വേറെ കരാർ കൊടുക്കും. ഈ റഷീദിന്റെ കെയർ ഓഫിലാണ് സാധനം നമ്മളെ കൊണ്ട് തട്ടിയത്. റഷീദ് സാധനം അല്ല, അവരുമായിട്ട് ബന്ധമില്ല. അതിന്റെ ഉടമസ്ഥ രാവിലെ വിളിച്ചിരുന്നു. നമ്മുടെ മറ്റേ മെയ്തി മാഷില്ലേ, മെയ്തി മാഷ് പിന്നെ വിളിച്ചിരുന്നു. ഷാജി പൊളിക്ക മെയ്തി മാഷ് രാവിലെ വിളിച്ചിരുന്നു.
അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇതില്ല, അവരും വേണമെങ്കിൽ പരാതി കൊടുക്കാൻ പോരാന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന പക്ഷേ അറിയണ്ടോ, അതേ വിളിച്ചിരുന്നു രാവിലെ. അവരും പരാതി കൊടുക്കാൻ തയ്യാറാണ്. അല്ല, ഇപ്പൊ ഇതിലൊരു ഒരു കക്ഷിയുടെ വീടിന്റെ അവിടെ തട്ടി ആ കക്ഷിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഇവിടെ ഇന്നലെ രാത്രി 6 മണിക്ക് വന്നു വണ്ടി. 6 മണിക്ക് ഫസ്റ്റ് ലോഡ് വന്ന് എൻ്റെ സ്വകാര്യ സ്ഥലത്തുണ്ട്. എൻ്റെ സ്വകാര്യ സ്ഥലത്തിൻ്റെ സ്വകാര്യ റോഡിൽ കൂടെ ഇറങ്ങി അവിടെ ഒരു നീർച്ചാലുണ്ട്. ആ നീർച്ചാലിൽ ഡംപ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ലോഡ്. അത് ഡംപ് ചെയ്തേണ്ട വണ്ടി കയറാതെ കുടുങ്ങി. പിന്നീടും കുറേ നേരം ഇതായിട്ടൊക്കെ കയറി. പക്ഷേ ആളുകളുടെ വിചാരം അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, അതിന് വന്നിട്ട് വണ്ടി കുടുങ്ങിയതാണ് ധാരയിൽ ആരും ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് സെക്കൻഡ് ലോഡ് 7 മണിക്ക് ശേഷം കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ആരാ എന്താണെന്ന് അറിയാതെ നമ്മുടെ ആളുകളൊക്കെ പാടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് അതിന് അവർ സ്ലിപ്പ് കിട്ടുന്നത്. അതിൽ പറയുന്നത് മെഡിടെക് എൻ്റർപ്രൈസസ്, പിന്നെ ജൂബിലി ജംഗ്ഷൻ പെരിന്തൽമണ്ണ എന്നുള്ള അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സുമായി അവരെ ബന്ധപ്പെട്ടു. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ വേസ്റ്റ് തന്നെയാണ്, ഞങ്ങളുടെ കത്തിക്കരിഞ്ഞ വേസ്റ്റുകളുടെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്പർ തരാൻ പറഞ്ഞു. അവർ ഫോൺ നമ്പർ തന്നു. നമ്മൾ അവർക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തന്നെയാണ്, കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. രാത്രി 12 മണി വരെയൊക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോലീസ് പോയി. പട്രോളിങ്ങിൻ്റെ ഇടയിലാണ് തോന്നുന്നു. പിന്നീട് ഒരു 12-1 മണിയായിട്ടും യാതൊരു റെസ്പോൺസും ഇല്ലാണ്ടപ്പോൾ ഇവിടുത്തെ ജനങ്ങളാകെ ഒന്നിച്ച് ചരൽ നിവാസികൾ മുഴുവൻ ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ പോലീസ് വളരെ ഗൗരവമായി വിഷയം എടുത്തു. അവിടെ തന്നെ ഞാൻ എൻ്റെ ഒരു പരാതി ഞാനവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൊഴി രേഖപ്പെടുത്തി ഇന്ന് കാലത്ത് CI വന്നതിന് ശേഷം അനന്തര നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ പോലീസ് വന്നപ്പോൾ അവർ പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകളെ കിട്ടിയിട്ടുണ്ട്, അവർ വരും, അവർ വാഹനവും ലോറി ഒക്കെ ആയിട്ട് വന്ന് ഈ സാധനം കയറ്റി കൊണ്ടുപോകും. അതിൻ്റെ പുറമെ ആ വാഹനം അവർ സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. മറ്റൊന്ന് വെച്ചാൽ ഈ കക്ഷികൾക്ക് നേരെ, ഈ സ്ഥാപനത്തിന് നേരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് ചരലുകാരെ മാത്രം പ്രശ്നമല്ല. ഇത് നാളെ ഇത് കൃത്യമായ നടപടി ഉണ്ടായിരിക്കും. നാളെ അത് വീണ്ടും ആവർത്തിച്ചേക്കാം. വളരെ ഗൗരവമായ ഹോസ്പിറ്റൽ മാലിന്യങ്ങളാണ്. മാരകമായ അസുഖം പടർന്നു പിടിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു വെള്ളച്ചാലിൽ ഒരു നീർച്ചാലാണ് തട്ടിയിട്ടുള്ളത്. ആ വെള്ളം നേരെ പോയി ഒഴുകിപ്പോയി ചേരുന്നത് തോട്ടിലാണ്. അപ്പോൾ അത്രയും വളരെ ഗൗരവമുള്ള ഒരു ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടണം എന്നാണ്. അതിൽ സിറിഞ്ച് മുതൽക്ക് കൊറോണ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെസ്റ്റ് മെറ്റീരിയൽസ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ചില കുപ്പികൾ സിറിഞ്ച് ബ്ലഡ് എടുത്തതിൻ്റെ സിറിഞ്ചുകൾ ഉൾപ്പെടെ അതിൽ കണ്ട് വളരെ ഗൗരവമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയം ഒഴിവാക്കുക എന്ന് മാത്രമല്ല, അവർ മേലിൽ ആവർത്തിക്കാത്ത തരത്തിലുള്ള കർശനമായ അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് ഇന്നലെ രാത്രി മുതൽ ചരൽ നിവാസികൾ ഉറങ്ങിയിട്ടില്ല. പുലരും വരെ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ വ്യാപാരികളുടെ പരിമിതമായ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ പ്രതിഷേധത്തിന് നവംബർ 1 രാവിലെ 11 മണിക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 6 മാസത്തിന് ശേഷം പരിഷ്കരിക്കുമെന്ന ഉറപ്പിൽ 2018 നടപ്പാക്കിയ വേതന പാക്കേജ് 7 വർഷമായിട്ടും പരിഷ്കരിച്ചില്ല. 45 കിൻഡൽ അരി വിൽക്കുന്ന കടക്കാർക്കാണ് 18,000 രൂപ കൂലി നൽകുന്നത്. ഇത്രയും അരി വിൽക്കാത്തവർക്ക് ഇതിലും കുറഞ്ഞ വേതനമാണ് നൽകുന്നത്. ഇതിൽ നിന്നാണ് കടയുടെ വാടക, വൈദ്യുതി ചാർജ്, ജീവനക്കാരന്റെ ശമ്പളം എന്നിവ നൽകുന്നത്. ഇത്രയും ചെലവ് കഴിച്ച് തുച്ഛമായ തുക മാത്രമാണ് ലഭിക്കുന്നത്. അടിയന്തരമായി വേതന പരിഷ്കരണം നടപ്പാക്കണം. 70 വയസ്സ് കഴിഞ്ഞവരെ ഒരു ആനുകൂല്യവും നൽകാതെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കണം. KTPDS ക്ഷേമനിധി ഭേദഗതികൾ ചർച്ച ചെയ്ത് അംഗീകരിക്കുക. സെയിൽസ്മാൻ ജോലിക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നാണ് പ്രധാനമായി ഞങ്ങളുടെ ലക്ഷ്യം. 2018 ഞങ്ങൾക്കൊരു പാക്കേജ് ഗവൺമെൻറ് തന്നത്. അതിനുശേഷം 7 വർഷങ്ങളായിട്ടും ഞങ്ങളുടെ ഒട്ടനവധി സമരങ്ങൾ നടത്തി, ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടത്തി. ഞങ്ങൾ ഒറ്റയ്ക്കായും കൂട്ടായും വിവിധ സംഘടനകൾ ഒരുപാട് പ്രക്ഷോഭ പരിപാടികൾ നടത്തി. എന്നാൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നലെ നിങ്ങളെല്ലാവരും, എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഇന്നലെ എഴുതിയ പത്രങ്ങളിൽ ഇന്നലെ ഗവൺമെൻറ് കേരളത്തിലെ സമസ്ത മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും വാരിക്കോരിയാണ് പൈസ കൊടുത്തത്. എല്ലാ ആളുകൾക്കും, ആശാ വർക്കർമാർക്ക് 1000 രൂപ, അംഗനവാടി ടീച്ചേഴ്സിന് 1000 രൂപ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർക്ക് 4% അവരുടെ അലവൻസ് കൂട്ടിക്കൊടുത്തു. അങ്ങനെ കേരളത്തിലെ സമസ്ത മേഖലകൾ ഉള്ള ആളുകൾക്കും പൈസ കൊടുക്കുന്നു. ഈ കേരളത്തിലെ 95 ലക്ഷം വരുന്ന ആളുകൾക്ക്, റേഷൻ അരി കൊടുക്കുന്ന ആളുകൾക്ക് 1 രൂപ പോലും കൂട്ടിത്തരാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ 45 കിൻഡൽ അരി വിൽക്കുന്ന ഒരു റേഷൻ കടക്കാരനാണ് 18,000 രൂപ കിട്ടുന്നത്. കേരളത്തിൽ മൊത്തം 13,800 റേഷൻ വ്യാപാരികളുണ്ട്.
അതിൽ 3000 റേഷൻ വ്യാപാരികൾക്ക് 18,000 താഴെ രൂപയാണ് കൊടുക്കുന്നത്. കാരണം അവർ 45 കിൻഡലായിട്ട് വിൽക്കുന്നില്ല. അപ്പോൾ 10,000, 9,000, 8,000, 12,000 വെച്ച് അങ്ങനെ 18,000 രൂപയിൽ താഴെയാണ് കേരളത്തിലെ 3000 റേഷൻ വ്യാപാരികൾക്ക് കൊടുക്കുന്നത്. താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും ധർണയിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ വി അജിത് കുമാർ, വി സുന്ദരൻ, സി ജെ രമേശ്, എം കാസിം, സി എച്ച് റഷീദ്, രാമചന്ദ്രൻ തച്ചപ്പാറ, ടി കെ സാലിഹ്, വി കെ ഷാജഹാൻ, പ്രമോദ്, കെ ഹംസ, ഉമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം തുടരുന്നു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉത്സവപ്രതീതിയാണ് സമ്മാനിക്കുന്നത്. കൗമാര കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. കലയുടെ ഭാഗമായി, സാഹിത്യത്തിൻ്റെ ഭാഗമായി, സംസ്കാരത്തിൻ്റെ ഭാഗമായി, എഴുത്തിൻ്റെയും വരയുടെയും ഒക്കെ ഭാഗമായി അവരുടെ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്നർത്ഥം. അതിൻ്റെ ഭാഗമായി തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാങ്കമായി കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഈ കലോത്സവം മാറിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കായിക മത്സരങ്ങൾ പൂർത്തിയായി. ഏതാണ്ട് ഒരു ഒളിമ്പിക്സ് മാതൃകയിൽ ഈ കേരളത്തിലെ സ്കൂൾ തലത്തിലുള്ള കായിക മത്സരങ്ങൾ വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ മുഖ്യാതിഥിയായി. വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ കൗമാരകലയുടെ ആഹ്ലാദ തിമിർപ്പിൻ്റെ ദിനങ്ങളാണ് ഇന്നു മുതൽ 1-ാം തീയതി കൂടിയ ദിനങ്ങളിൽ പള്ളുവനാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാലയമായിട്ടുള്ള ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അനുബന്ധ പ്രദേശങ്ങളിലുമായിട്ട് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് ഏറ്റവും ശ്രദ്ധയോടെ കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കേരളം കൈവരിച്ച നേട്ടമാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കാൻ പ്രാപ്തമാക്കുന്നത്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സി കമലം, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലതിക, വെള്ളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, AU രാജൻ, മറ്റ് നഗരസഭാംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നടനസാന്ദ്രമായിരുന്നു ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനം. നൃത്ത ഇനങ്ങൾ തന്നെയായിരുന്നു 2ാം ദിനത്തിൽ കാണികളുടെ മനം നിറച്ചത്. കൗമാരം കലയുടെ പീലി വിടർത്തിയാടുകയാണ് ചെർപ്പളശ്ശേരിയിൽ. ഉപജില്ലാ കലോത്സവത്തിന്റെ 2ാം ദിനം കാണികളെ പിടിച്ചിരുത്തിയത് നൃത്ത ഇനങ്ങൾ തന്നെയാണ്. ഭരതനാട്യ മത്സരത്തോടെയായിരുന്നു വ്യാഴാഴ്ച വേദികൾ ഉണർന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യ മത്സരങ്ങൾ 2ാം ദിനം നടന സമ്പുഷ്ടമാക്കി. ഗോത്രകലകളായ മംഗലക്കളി, പണിയനൃത്തം, ഇരുളനൃത്തം, മലപ്പുലയ ആട്ടം, പളിയനൃത്തം തുടങ്ങിയ മത്സരങ്ങളും 2ാം ദിനം കളറാക്കി. ചക്കക പാവ
നാടകം, മാപ്പിളപ്പാട്ട്, ശാസ്ത്രീയ സംഗീതം, അറബിക് സംഘഗാനം, ഉറുദു പദ്യം ചൊല്ലൽ, അക്ഷരശ്ലോകം, കാവ്യകേളി തുടങ്ങിയ മത്സരങ്ങളും വിവിധ വേദികളിൽ വ്യാഴാഴ്ച നടന്നു. ചുടരും ക്ഷണിച്ചിട്ട് വരാനേ കൃഷ്ണന്റെ കല്യാണം നല്ലല്ലോ. നിങ്ങളെ ഒരു ഒടുക്കത്തെ കളി ഇനി ഇവിടെ ആരും കളിക്കില്ല. ചൂടാവല്ലേ, കുട്ടികളല്ലേ, മനസ്സിലാവേ. വലിയ മനുഷ്യനെ കണ്ടോ? ആ കണ്ടു. ഇയാളെ ഇവിടെ ഒരു ഫാക്ടറി കണ്ടിടാൻ പോന്നെ. അല്ല, ഇവിടെ പേരെന്താ? ഏത് അരവണയായാലും ഇവിടെ ഫാക്ടറി ഞങ്ങൾക്ക് സമ്മതിക്കില്ല. വെള്ളിയാഴ്ച കേരള നടനം, കുച്ചിപ്പുടി, ഒപ്പന, സംഘനൃത്തം, മോഹിനിയാട്ടം, വട്ടപ്പാട്ട്, തോൽക്കളി തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ വിവിധ വേദികളിലായി അരങ്ങേറും. സ്കൂൾ കലോത്സവങ്ങളിൽ കഴിഞ്ഞ വർഷം മുതലാണ് ഗോത്രകലകൾ ഉൾപ്പെടുത്തിയത്. പണിയനൃത്തവും മംഗലനൃത്തവും മലപ്പുലയാട്ടവും എല്ലാം കാടിറങ്ങി കലോത്സവ വേദികളിൽ കയ്യടി നേടുകയാണ്. കലോത്സവ വേദിക്ക് പുത്തൻ താളം സമ്മാനിച്ചാണ് കഴിഞ്ഞ വർഷം മുതൽ ഗോത്രകലകൾ ഉൾപ്പെടുത്തിയത്. കാടിൻ്റെ മക്കളുടെ കലകളെ കലോത്സവ വേദി ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ചെർപ്പശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ 2ാം ദിനം കാണികൾക്ക് വിരുന്നായത് ഗോത്രകലകൾ തന്നെയാണ്. മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം, മലപ്പുലയ ആട്ടം തുടങ്ങിയ മത്സരങ്ങൾ വേദി 4 ഹോട്ട്സ്റ്റാറിനെ ഹോട്ടാക്കി.
മംഗലം കളിയാണ് വേദിയിൽ ആദ്യം നടന്നത്. ടീമുകൾ കുറവായിരുന്നെങ്കിലും മത്സരിച്ചവരെല്ലാം കാണികളുടെ കയ്യടി നേടി. വയനാട്ടിലെ ഗോത്ര സമുദായക്കാർ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായും കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടുമെല്ലാം അവതരിപ്പിക്കുന്ന പണിയനൃത്തവും മാവിലൻ മലവെട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള മംഗലം കളിയും അട്ടപ്പാടിയിലെ ഇരുള സമുദായക്കാർക്കിടയിലെ ഇരുള നൃത്തവുമെല്ലാം തനിമ ചോരാതെ കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. പരിശീലകരുടെ കീഴിലും നവമാധ്യമങ്ങളുടെ സഹായത്തോടെയുമെല്ലാം അറിഞ്ഞും പഠിച്ചുമാണ് കുട്ടികൾ ഗോത്രകലയിൽ മത്സരിക്കാൻ എത്തിയത്. ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കൈക്കാൽക്ക ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കൈക്കാൽക്ക ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കൈക്കാൽക്ക ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കൈക്കാൽക്ക ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കട്ടുമുട്ട് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കട്ടുമുട്ട് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കട്ടുമുട്ട് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് കട്ടുമുട്ട് ചിച്ചിക്കിണ്ട പാലൊരു കൊടുപ്പാല് സ്കൂൾ കലോത്സവങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടേത് മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികളുടേത് കൂടിയാണ്. പണ്ടുകാലത്ത് കിട്ടാത്ത പബ്ലിസിറ്റിയും സൗകര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി പഠിക്കാനും മത്സരിക്കാനും ഒക്കെ തോന്നുകയാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ തുടരുകയാണ്. ഈ കലോത്സവം എന്ന് പറയുന്നത് ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല കേട്ടോ, പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടി ഒരു ആഘോഷമായിട്ട് മാറിയിട്ടുണ്ട് കലോത്സവം. അപ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവർ കലോത്സവം സംഘാടക സമിതിയിലുള്ള ആളുകളാണ്. അതോടെ തന്നെ ഈ കലോത്സവം ഭംഗിയാക്കാൻ രാവും പകലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് നമുക്ക് ഈ കലോത്സവത്തെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. കലോത്സവം നമ്മുടെ സ്കൂളിൽ എത്തിയപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെക്കായി പഴയ വിദ്യാർത്ഥികളാണെങ്കിലും വളരെ ആവശ്യത്തിനാണല്ലോ. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പഴയതിനാണ് പുതുമ. പഠിച്ചു പോയവരൊന്നും ഈ ഒരു പരിസരവും ഈ ഒരു ക്യാമ്പസും വിട്ടിട്ട് പോയ ചരിത്രമല്ല. 60 മുതൽ ഇങ്ങോട്ട് എല്ലാവരും ബാച്ചായിട്ട് തന്നെ സജീവമായിട്ട് എന്ന് വന്നാലും ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ പരിപാടി നമ്മളെ സ്കൂളിൽ സജീവമായിട്ടുണ്ടാവും. സ്കൂളിലെ ഏത് ആവശ്യങ്ങൾക്കും എല്ലാ ബാച്ചുകളും സജീവമായിട്ടാണ്. ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്.
അതുപോലെ തന്നെ ഇന്നലത്തെ പരിപാടിയിൽ കുറച്ച് ടൈമിംഗ് ലാഗ് വന്നൊന്നല്ലാതെ ഇന്ന് വളരെ സജീവമായിട്ട് തന്നെയാണ് എല്ലാ സ്റ്റേജുകളും ഒരേപോലെ നിറസാന്നിധ്യത്തോടു കൂടി തന്നെ എല്ലാം നടന്നു പോകുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇവർ ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു നൊസ്റ്റാൾജി ആവൂലേ? അതെ തീർച്ചയായും. നമ്മളിവിടെ 100-ാം വർഷം കഴിഞ്ഞ ശതാബ്ദത്തിന്റെ ഭാഗമായിട്ട് വെച്ചു. ഒരുപാട് വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് അതിൽ ഏറ്റവും കളറായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കലോത്സവം വരുന്നെത്തുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കയറി സ്റ്റേജിൽ പെർഫോം ചെയ്യാനൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായും. അതിന്റെ കലാകാരന്മാരൊക്കെ ഇവിടെ ഈ ബൈക്ക് നിൽക്കുന്നത് റീത്ത MPTA പ്രസിഡന്റ്, അതുപോലെ ശ്രീജ, സലീം. ഞാനിവിടെ പഠിച്ചതാണ്. ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ്. കലോത്സവം കാണുമ്പോൾ വ്യത്യാസമുണ്ട്, എന്നാലും പുതുമ ഉണ്ട് വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും കൂടുതലായിട്ട് ഈ സെക്ഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്ര സജീവമായിട്ടും ഇത്ര കൂടുതൽ നിറവാർന്നതുമായിരുന്നില്ല അന്നത്തത്. അന്നൊരു മൈക്കും കാര്യങ്ങളും വെച്ച് അലക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഇത്രയും വൈബോർഡ് കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും. ഭക്ഷണം അതൊരു കാലത്തിന്റെ വ്യത്യാസമാണ്. അത് നമുക്ക് തിരുത്താൻ കഴിയില്ല. അതിന് തിരുത്താൻ കഴിയില്ല. നമുക്കത് പറയാനേ കഴിയുള്ളൂ. അതാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രയാസമുണ്ട്. ഏതായാലും വേണ്ട, ഞാൻ രണ്ടുപേർ പാട്ട് പാടാൻ അല്ലേ? കുഴപ്പമില്ല, പാട്ട് പാടണം. നമ്മളാണ് എന്നുമെന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നുമെന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. കൗമാരലോക വീജിയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടി അരികിൽ വന്നു നിന്ന കേളി ഭവനം ഈ കലാലയം എൻ്റെ ജീവിതാമൃതം. ഈ കലാലയം എൻ്റെ ജീവിതാമൃതം. അതന്നെ പറയാനുള്ള ഈ കലാലയം നമ്മുടെ ജീവിതാമൃതം തന്നെയാണ് അല്ലേ? എന്തോ തീർച്ചയായും. ഞങ്ങൾ 1996 ബാച്ചാണ്. ചെർപ്പളശ്ശേരി ഹൈസ്കൂളിലെ SMC അംഗമാണ്. വളരെ കുറച്ച് കാലത്തിന് ശേഷമാണ് ചെർപ്പളശ്ശേരി ഹൈസ്കൂളിൽ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ സംഘടനാ മികവ് തെളിയിച്ചിട്ട് ഭക്ഷണ കാര്യമായാലും മറ്റ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓർമ്മകളിൽ എന്നും ഈ ആണുള്ളത്. ചെമ്പകച്ചോട്ടിലെ 15കാരനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ പേരുള്ളത്. പിന്നെ വെറൈറ്റി പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഐറ്റംസ് കലാലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ വളരെ സാധാരണമാണ്. നമ്മളെ സർക്കാർ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പുതിയ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുണ്ട്. ചെമ്പകം വലുതായോ? ചെമ്പകം ഇപ്പോഴും അതേപോലെ തന്നെയാണ്, ഒരു മാറ്റം ഇല്ലാണ്ട് തുടരുന്നു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളും ചെറുതാവുന്നു. ഒരുപാട് ഓർമ്മകളുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നമുക്ക് ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള പരിപാടിയായിട്ടാണ് തോന്നുന്നത്. പിന്നെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരുക്കിക്കൊണ്ട് എല്ലാ സൗകര്യമുണ്ട്. കാണികൾക്ക് കാണാനും എല്ലാ സൗകര്യമുണ്ട്. വളരെ നന്നായിട്ട് സന്തോഷം. അപ്പോൾ ഇവരൊക്കെ ഓർമ്മകളാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. ഈ വീണ്ടും ഈ സ്കൂളിൽ എത്തുമ്പോൾ ഇവർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ സംഭവം. ഇപ്പോൾ ഇവർ കാണുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പെർഫോം ചെയ്യണം എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഈ കലോത്സവം എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കുന്ന കുട്ടികളുടേത് മാത്രമല്ല, ഇവിടെ പഠിച്ചു പോയ ആളുകളുടേത് കൂടിയാണ്. അതിന് സാക്ഷികളാണ് ഇവരൊക്കെ. എന്തായാലും അവരാണ് കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവെച്ചത്. എന്തായാലും കലോത്സവം ഉഷാറാക്കുക, ഗംഭീരാക്കുക, അടിച്ചു പൊളിക്കുക. നിങ്ങളും കൂടി ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ജില്ലയിൽ PMAY ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം എണ്ണം വീടുകൾ പൂർത്തീകരിച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് മണ്ണാർക്കാട് നഗരസഭയ്ക്ക്. ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച നവകേരളം ആദരായനം 2025 പരിപാടിയിലാണ് ആദരവ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോളിൽ നിന്നും നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ ഏറ്റുവാങ്ങി. മണ്ണാർക്കാട് നഗരസഭയ്ക്ക് ഒരു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ആദരവ് കൂടി ലഭിച്ചിരിക്കുകയാണ്. നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്ത് അത് പൂർത്തീകരിച്ച 739 വീടുകൾ പൂർത്തീകരിച്ച ഒരു ഭരണസമിതിയാണ്. ഈ 5 വർഷം കൊണ്ട് വീട് കൊടുത്ത വീടുകൾ
പൂർത്തീകരിച്ചവർക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച 739 വീടുകൾ പൂർത്തീകരിച്ച് നൽകിയ നഗരസഭയ്ക്കുള്ള ഈ വർഷത്തെ ആദരവ് നേടിയിരിക്കുകയാണ്. ഇതിന് പിന്തുണച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ വികസന പദ്ധതിയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തി തന്ന ജില്ലാ പഞ്ചായത്തിനും മറ്റ് അതിന് നടപ്പാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെയും ഭരണസമിതിയെയും അഭിനന്ദിക്കുകയാണ്. ഒറ്റപ്പാലത്ത് പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. നഗരസഭയുടെ നേതൃത്വത്തിൽ പാർക്കിനാവശ്യമായ സ്ഥലം ഒരുക്കി നൽകി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ടൂറിസം വകുപ്പിന് കൈമാറി. ഈസ്റ്റ് ഒറ്റപ്പാലം കിഴക്കേത്തോടിനോട് ചേർന്ന് ഒറ്റപ്പാലം നഗരസഭയുടെ സ്ഥലത്താണ് പാർക്ക് ഒരുങ്ങുന്നത്. സ്ഥലത്തിനു ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി ഭൂമിയെ മണ്ണിട്ട് നികത്തി സ്ഥലം ഒരുക്കി നൽകുന്ന പ്രവൃത്തിയുമാണ് നഗരസഭ പൂർത്തിയാക്കിയത്. ഇതിനിടയിൽ തോടിനോട് ചേർന്ന് നിർമ്മിച്ച ഭിത്തി ഇടിഞ്ഞതും സ്വകാര്യ വ്യക്തി കേസിന് പോയതും സ്ഥലമൊരുക്കൽ പ്രവൃത്തികൾ വൈകിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് വകുപ്പ് ജില്ലാ സെക്രട്ടറി, പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്ന ആർക്കിടെക്ട് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി. നഗരസഭയുടെ 82 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സംരക്ഷണ ഭിത്തിയും സ്ഥലമൊരുക്കുന്ന പ്രവൃത്തികളും പൂർത്തീകരിച്ചത്. സ്ഥലം ഒരുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായതോടെ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി സ്ഥലം ടൂറിസം വകുപ്പിന് കൈമാറി. 1 കോടി രൂപ ചെലവിലാണ് ടൂറിസം വകുപ്പ് പാർക്കിന്റെ നിർമ്മാണം നടത്തുന്നത്. ഈ ഭരണസമിതിയുടെ കാലത്ത് നാടിന്റെ മറ്റൊരു സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. പാർക്ക് പുഴയോര പാർക്കിന് ഉള്ള പ്രവർത്തികൾ നമ്മൾ ആരംഭിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പ്രൈവറ്റ് പാർട്ടി കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. നമ്മളത് ഇടപെട്ട് നമുക്കത് കേസ് ഒഴിവാക്കി അതിൻ്റെ പണി തുടങ്ങാനായിട്ട് സാധിച്ചു. നമ്മളതിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടി അത് DTPCക്ക് കൈമാറി. അവിടെ പാർക്കിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത്. ഇതിൽ നഗരസഭ ചെയ്യേണ്ട സ്ഥലം ഒരുക്കൽ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. സ്ഥലം നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ പാർക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളും നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെയുള്ള ചില വ്യവഹാരങ്ങളും അതോടൊപ്പം നേരത്തെ കെട്ടിയിരുന്ന അതിൻ്റെ മതിൽ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് നഗരസഭ ഏതാണ്ട് 82 ലക്ഷം രൂപയാണ് സ്ഥലം ഒരുക്കുന്നതിലും മതിൽ കെട്ടുന്നതിനും വേണ്ടി അതിൽ ചെലവഴിച്ചത്. നഗരസഭയുടെ ചുമതല എന്ന് പറയുന്നത് സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പിൻ്റെ സെക്രട്ടറി, ജില്ലയിലെ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ പാർക്ക് തയ്യാറാക്കുന്ന ആർക്കിടെക്ട് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും നഗരസഭ ചെയ്ത പ്രവർത്തനം തൃപ്തികരമാണ് എന്ന് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം കൈമാറൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. 25/10/2025 ഒറ്റപ്പാലം നഗരസഭ ഈ 52 സെന്റ് സ്ഥലം DTPCക്ക് ടൂറിസം വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. ഇനി 1 കോടി രൂപ ചെലവിൽ ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം വകുപ്പാണ് പാർക്കിന്റെ പ്രവൃത്തി ആരംഭിക്കേണ്ടത്. അത് തുടർന്ന് ടെൻഡർ നടപടികളും മറ്റുമൊക്കെ ആയി അടിയന്തരമായി പാർക്ക് ഒരുക്കുന്ന പ്രവർത്തനം ആരംഭിക്കാം എന്നതാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സ്ഥലം കൈമാറി കിട്ടിയ വിവരം ഇന്ന് അവർ രേഖാമൂലം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത ദിവസം ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും. ഈ ഭരണസമിതിയുടെ കാലത്ത് മറ്റൊരു വികസന പ്രവർത്തനം, ഈ നാടിന്റെ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് ഈ ഭരണസമിതി. സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഒരു കേന്ദ്രം എന്ന നിലയിലായിരിക്കും പാർക്കിന്റെ നിർമ്മാണം. നടപ്പാത, കുട്ടികൾക്കുള്ള ചെറിയ പാർക്ക്, കഫ്തീരിയ എന്നിവ പാർക്കിലുണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ടെൻഡർ അടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ടൂറിസം വകുപ്പ് അടുത്ത ദിവസങ്ങളിലായി കടക്കുമെന്നാണ് വിവരം. നിലവിൽ ഒറ്റപ്പാലത്ത് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഒരിടം ഇല്ല. മായന്നൂർ പാലത്തെയും ഭാരതപ്പുഴയെയും ഒക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശ്രയിക്കുന്നത്. പാർക്ക് വരുന്നതോടെ ഇതിന് പരിഹാരമാകും. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം നവംബർ 1, 3, 4, 5 തീയതികളിൽ നടക്കും. മണ്ണാർക്കാട് KTM ഹൈസ്കൂൾ, ALP സ്കൂൾ, മണ്ണാർക്കാട് GM UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 125 സ്കൂളുകളിൽ നിന്നുള്ള 5348 പ്രതിഭകൾ 351 ഇനങ്ങളിൽ മത്സരിക്കും. ആദ്യ ദിവസമായ ശനിയാഴ്ച രചനാ മത്സരം ഉൾപ്പെടെ 27 വേദികളിലാണ് മത്സരം നടക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ 13 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. തമിഴ്, ഉറുദു കലോത്സവങ്ങളും ഇതോടൊപ്പം നടത്തും. ഗോത്രകലകൾ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ മത്സരാർത്ഥികളുണ്ട്. മണ്ണാർക്കാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ മാസം 1, 3, 4, 5 തീയതികളിൽ 3 സ്ഥലങ്ങളിലായി, അതായത് മണ്ണാർക്കാട് പ്രമുഖ വിദ്യാലയമായ KTM ഹൈസ്കൂൾ,
തൊട്ടടുത്ത LP സ്കൂള്, ഗവൺമെൻറ് വിദ്യാലയമായ GMUP സ്കൂൾ, ഈ 3 വേദികളിലായിട്ട് നടക്കുകയാണ്. 3 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 4 ദിവസങ്ങൾ തന്നെ എല്ലാ പരിപാടികളും, സാധാരണ ആദ്യത്തെ ദിവസം രചനാ മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ വർഷം ആദ്യത്തെ ദിവസം തന്നെ പ്രധാന പരിപാടികൾ ഉൾപ്പെടെ 4 ദിവസവും വളരെ നല്ല രീതിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6227 കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അട്ടപ്പാടി മട്ടത്തുകാട് എന്ന് പറയുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് അവിടെ നമ്മൾ തമിഴ് കലോത്സവം ഇതിന് പാരലായിട്ട് ഇതേ ദിവസം തന്നെ നടത്തണം. അപ്പോൾ അതുൾപ്പെടെ 6227 കുട്ടികൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മേളകളിൽ പങ്കെടുക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണാർക്കാട് ടൗണിൽ ഈ സബ് ജില്ലാ കലാമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി 14 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രോഗ്രാം, ഫുഡ്, ഗ്രീൻ പ്രോട്ടോകോൾ ഉൾപ്പെടെ ഹരിത ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ മേള നടത്തുന്നത്. 10,85,000 രൂപയാണ് ഈ മേളയുടെ ബജറ്റ് ആയിട്ട് സ്വാഗത സംഘം അംഗീകരിച്ചിട്ടുള്ളത്. അത് വിവിധ സബ് കമ്മിറ്റികൾക്ക് ബജറ്റ് പ്രൊവിഷൻ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും കൂടെ വരുന്ന അധ്യാപകർക്കും ഉൾപ്പെടെ ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭ 11ാം വാർഡ് കൗൺസിലറായി 5 വർഷം പൂർത്തിയാക്കിയ നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷിന് നാടിന്റെ സ്നേഹാദരം നൽകി. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിഴക്കേക്കാട് വാർഡ് കൗൺസിലറായ നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷിനാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകിയത്. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ഈ വാർഡിന്റെ കൗൺസിലർ എന്ന നിലയിലും ഒറ്റപ്പാലം നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിലും നാട്, സമൂഹം ആ ചുമതല ഏൽപ്പിച്ച പ്രസ്ഥാനം, അതെല്ലാം ഏൽപ്പിച്ച ദൗത്യം നല്ല നിലയിൽ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമാണ് നിശ്ചയമായും ഈ വാർഡിലെ ജനങ്ങൾ അവർ നൽകുന്ന ഈ യാത്രയയപ്പ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സാങ്കേതികമായി കാലാവധി പൂർത്തീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും എങ്ങോട്ടും രാജേഷൊന്നും യാത്ര പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴുള്ള ചുമതലകൾ, ഇതിനേക്കാൾ ഉയർന്ന ചുമതലകൾ സ്വാഭാവികമായും അത് സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ടാണ് ഓരോ പൊതുപ്രവർത്തകരും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, ആശാവർക്കർ മിനിമോൾ, കേരളോത്സവം സംഘാടകൻ മുജീബ് കോയാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ മുജീബ് കോയാസ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി മുഖ്യാതിഥിയായി. കൺവീനർ ഷഹീർ അബ്ബാസ്, ആശാവർക്കർ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഇടതുപക്ഷ സംഘടനകളുടെയും പൊതുവേദിയായ FSCTO ഒറ്റപ്പാലം മേഖല കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കടമ്പഴിപ്പുറത്ത് നിന്നാണ് ജാഥ തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം മേഖലാ ജാഥ കടമ്പഴിപ്പുറത്ത് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര പരമാധികാര ഉൾപ്പെടുത്തിക്കാരത്തിന്റെ 25ാം വാർഷികം 2025 നാം ആഘോഷിക്കുമ്പോൾ, ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, ആ വാർഷികാഘോഷത്തിൽ പൊതുവിൽ ചർച്ച ചെയ്യേണ്ട ഗൗരവപ്പെട്ട വിഷയങ്ങൾ പ്രാധാന്യത്തോടുകൂടി സമൂഹം ചർച്ച ചെയ്യുമ്പോൾ, രാജ്യത്തിന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ കരുതൽ വീഴ്ത്തിയ CPM ലോക്കൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K മഹേഷ്, ജില്ലാ നിർവാഹക സമിതി അംഗം സുജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു അധ്യക്ഷനായി. വജ്രജൂബിലിയുടെ ഭാഗമായ രക്ഷാകർതൃ സംഗമം പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ VK സുരേഷ് ബാബു നിർവഹിച്ചു. ചുട്ടുവഴുത്ത വേനലിൽ വരണ്ടുണങ്ങിയ മണ്ണിന്റെ അടിയിലൂടെ വേരുകൾ പായിച്ചിട്ട് ആർദ്രതയുള്ള കണങ്ങൾ വലിച്ചെടുത്തിട്ട് സ്വർണം ചാലിച്ച് പുഞ്ചിരിക്കാൻ കഴിയുന്ന പൂക്കൾ, കുന്നപ്പൂക്കൾ, പ്രതിസന്ധിയിലും അതിജീവിക്കുവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അമ്മേ
അച്ഛാന്ന് നിലവിളിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്ന ഭീകരന്മാരായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിലേക്ക് സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോ ഇങ്ങനെ ഒരു അലാറം ഉണ്ടാകാറുണ്ടോ? എങ്ങനെ? എന്റെ ട്രൗസറ്, എന്റെ ഷർട്ട്, എന്റെ വാട്ടർ ബോട്ടില്, എന്റെ ബാഗ്, എന്റെ ടിഫിൻ ബോക്സ്, അമ്മയും അച്ഛനും ഒക്കെ ഇതെടുത്തങ്ങനെ നിർത്തുന്നു. ഇവനിങ്ങനെ കൊണ്ടുകൊടുക്കും. ചില കുട്ടികൾ സ്വന്തമായി ട്രൗസർ ഇടാൻ വരെ അമ്മമാർ പഠിപ്പിക്കില്ല. അട്ടുമ കേൾക്കുന്നു. എന്നിട്ട് ഈ അരക്ക പൊളിച്ച് താഴെ കുടുംബം ചെറിപ്പോകാതിരിക്കാൻ നവീകരിച്ച ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദറും നവീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ മനോജ് നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ വിഭിന്ന തയ്യാറാക്കിയ സ്കൂൾ ലോഗോ ചടങ്ങിൽ മാനേജർ MP ഗോവിന്ദരാജൻ പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലെ സംസ്ഥാനതല വിജയികളായ വിനേഷ് കൃഷ്ണ, സിദ്ധാർത്ഥ് K നായർ, മെന്റർ ഡോക്ടർ പ്രശാന്ത് JP, അഞ്ജലി NS എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ KB സുനിൽ രാജ്, പ്രധാനാധ്യാപിക AC രജിത എന്നിവരും സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഭാവിയിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമായാണ് വികസന സദസ്സ് നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾക്ക് 17,000 ലിറ്റർ വരെ സൗജന്യമായി കുടിവെള്ളം നൽകുക എന്നത് അത് പ്രഖ്യാപിച്ച് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ആശുപത്രി സാധാരണക്കാരായ ആളുകൾ വന്നു പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ആശുപത്രി നവീകരണം ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ രാത്രിയും പകലും നമുക്ക് അവിടെ ലാബും അതോടൊപ്പം തന്നെ ഫാർമസിയും ഏർപ്പാടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഫാർമസി രാത്രി കാലങ്ങളിലെല്ലാം മരുന്ന് കഴിക്കാൻ പുറമേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലാബ് സൗകര്യം കൂടി ഏർപ്പെടുത്തിയോടുകൂടി നമുക്ക് കൂടുതൽ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഫ്രീ ആയി ചികിത്സ നൽകാൻ നമുക്ക് കൂടുതൽ സാധിച്ചത്. ഏകദേശം 1000കണക്കിന് ആളുകളാണ് ദിവസേന എന്നോണം അവിടെ ചികിത്സ തേടിയെത്തുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം 2 വെൽനസ് സെന്ററുകൾ സ്ഥാപിച്ചതോടുകൂടി സാധാരണക്കാരായ ആളുകൾക്ക് ശങ്കരമംഗലത്തും അതുമാതിരി കൽപ്പകയും. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. സ്ഥിരസമിതി അധ്യക്ഷൻ P വിജയകുമാർ, ആനന്ദവല്ലി, കവിത, മറ്റ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ വ്യക്തികൾക്ക് ആദരവും നൽകി. സ്കൂൾ കൗൺസിലർമാർക്കുള്ള ജില്ലാതല പരിശീലന പരിപാടി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൗൺസിലർമാർക്കുള്ള ജില്ലാതല മാസ്റ്റർ ട്രെയിനിങ്ങാണ് പട്ടാമ്പിയിൽ നടന്നത്. കൗമാര വിദ്യാഭ്യാസം, ലഹരി ദുരുപയോഗം, നിയമവ്യവസ്ഥകൾ, പ്രാഥമിക കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരുന്നു പരിശീലനം. മുഹമ്മദ് മോസിൻ MLA പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടക്കമുള്ളവരെ നന്നായി ഇക്വിപ്പ് ചെയ്യണം. അതോടൊപ്പം കൂടുതൽ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് വേണം. അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് സ്കിൽസ്, അവരെ കൗൺസിലേഴ്സാക്കി മാറ്റുക എന്നല്ല, അത്യാവശ്യം സ്കിൽസും റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളും അധ്യാപകർക്ക് ഉണ്ടാകണം. അപ്പോൾ അതിനുള്ള പരിശീലനം നൽകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു പ്രോജക്റ്റ് മാനസമിത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്തു. അന്നത്തെ DGI അടക്കമുള്ള ആളുകൾ, അന്നത്തെ സെക്രട്ടറി, ഇവരെല്ലാവരും കൂടി അത് ഏറ്റെടുത്തു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ബിൽഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ പാരന്റ്സിന് എന്റെ കുട്ടി ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസിലൂടെ ഗോയിങ് ത്രൂ ആണെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് മിനിമം അണ്ടർസ്റ്റാൻഡിങ് വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക. ഇതായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളിലും മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നൽകിയത്. മറ്റ് ഉദ്യോഗസ്ഥരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്.
പുഞ്ചക്കോട് കനാൽ ലിങ്ക് കൾവേർട്ട് എൻ ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയുടെ സമഗ്രമായ വികസനത്തിനായി നിയോജക മണ്ഡലത്തിൽ 1000-ലധികം റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും സാധാരണക്കാരുടെ വീട്ടിലേക്ക് വാഹനങ്ങൾ എത്തിപ്പെടാനും സുഗമമായി സഞ്ചരിക്കുന്നതിനും പുഞ്ചക്കോട് പാറമേൽപ്പള്ളി മുതലക്കുളം തുടങ്ങിയ റോഡുകൾ പണി പൂർത്തിയായാൽ ഉടൻ സമർപ്പിക്കുമെന്നും എൻ ശംസുദ്ദീൻ MLA പറഞ്ഞു. പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ KP ജഹീഫ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ BV ഷൗക്കത്ത് അലി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, UDF കൺവീനർ TK ഫൈസൽ, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴേരി എന്നിവർ പ്രസംഗിച്ചു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രം കനിവ് പാലിയേറ്റീവും ചേർന്ന് പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൊണ്ട് വാങ്ങിയ ഓക്സിജൻ കോൺസുലേറ്ററും എയർ ബെഡുകളും പാലിയേറ്റീവ് കെയറിന് K പ്രേംകുമാർ MLA കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് K ശ്രീലത, P സുബ്രഹ്മണ്യൻ, നാരായണൻകുട്ടി, ബാലകൃഷ്ണൻ, ക്ഷാംബുജം, ശ്രീകുമാരി, K രാമചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ O സുരേഷ്, വാസുദേവൻ ഒടാമ്പുള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അവർക്ക് സേവനം നൽകാനും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ മാതൃകാപരമായ ഒരു ഇടപെടൽ മേഖലയാണ് പാലിയേറ്റീവ് രംഗം എന്ന് പറയുന്നത്. ആ മേഖലയിലുള്ള പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ കൂടുതൽ അടുത്തറിയാനും അത് പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാനുമൊക്കെ നാടിന്റെ മുഖ്യധാരയിലുള്ള അഥവാ മറ്റൊട്ടനേകം തിരക്കുകൾക്കിടയിലും ഒഴിവാക്കാനാകുന്ന ഒന്നല്ല, അനിവാര്യമായ ഒന്നാണ്, ഏറ്റെടുത്ത് നടത്തേണ്ട ഒന്നാണിത് എന്ന ബോധ്യത്തിൽ ധാരാളം പേർ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പങ്കെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായച്ചരയിൽ ജനവാസ മേഖലയിൽ രാത്രിയുടെ മറവിൽ ആശുപത്രി മാലിന്യം തള്ളി. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള മെഡിക്കൽ സ്ഥാപനത്തിലെ മാലിന്യമാണ് തള്ളിയത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥാപന അധികൃതരെത്തി മാലിന്യം നീക്കി. വേതന പാക്കേജ് പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. മണ്ണാർക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നവംബർ 1-ന് ധർണ നടത്തുമെന്ന് വ്യാപാരികൾ. ചിലവ് കഴിച്ചു കിട്ടുന്നത് തുച്ഛമായ തുകയെന്നും വ്യാപാരികൾ. ഒറ്റപ്പാലത്ത് പാർക്കെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലം ഒരുക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ടൂറിസം വകുപ്പിന് കൈമാറി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് കിഴക്കേ തോടിനോട് ചേർന്ന സ്ഥലത്താണ് പാർക്ക് വരിക. ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം തുടരുന്നു. 2ാം ദിനം നടന സാന്ദ്രം. നൃത്ത ആലാപന മത്സരങ്ങൾ കാണികൾക്ക് വിരുന്നായി. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവം നവംബർ 1 മുതൽ. പാലക്കാട് ജില്ലയിൽ PMAY ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം വീടുകൾ പൂർത്തീകരിച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് മണ്ണാർക്കാടിന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ചെയർമാൻ അവാർഡ് ഏറ്റുവാങ്ങി. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.